ഇന്ന് വന്നിരിക്കുന്നത് ചേമ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി കറിയാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. കറി ചെയ്തെടുക്കാനായിട്ട് വെട്ടിയേമ്പ് എടുത്തിട്ടുണ്ട്, 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ചേമ്പ് കട്ട് ചെയ്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ 3-4 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ നിറമായാൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുകയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ വറക്കുന്ന സമയത്ത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ഈ പൊടികളൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുക. തണുത്തതിന് ശേഷം നിങ്ങൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചേമ്പ് ഇവിടെ 3/4 വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഗ്രേവിയൊക്കെ തിളച്ച് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കറി ചൂടാറുമ്പോഴേ നല്ലോണം ഒന്ന് കുറുകി കിട്ടുവേ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.